കള്ളത്തരങ്ങളാണ് ഇവിടെ വരുന്നത്. ഇന്ന് ഫെബ്രുവരി 18 ഉണ്ടല്ലോ, ഫെബ്രുവരി 18. ഇന്ന് സമയം 9:41. വേറെ ആരുമല്ല ഇവിടെ വരുന്നത്, മനസ്സിലായോ? ഇവരാണ് ഇവിടെ വരുന്നത്. ഇവളാരാന്ന് നമുക്കറിയത്തില്ല. ഒരു ക്രിസ്ത്യാനിയാണ്, നമ്മുടെ ജാതിപ്പെട്ടവളൊന്നും അല്ല ഇവള്. ഒരു ക്രിസ്ത്യാനി പെണ്ണുപിള്ളയാണ്. ഇവിടെ നമ്മുടെ ജാതി. ഇവൻ്റെ വീട്ടിലാണ് വരുന്നത്, സുബ്രഹ്മണ്യൻ്റെ അങ്ങ്. ഇതാണ് നമ്മുടെ ഇത്. നമ്മുടെ അതിനകത്തൊന്നും ഇവള് കയറത്തില്ല, ഇവള് കയറേണ്ട കാര്യമില്ല. നമ്മളിവിടെ ഒന്നും ജോലിക്കൊന്നും വിളിക്കത്തില്ല. നമ്മൾ നമ്മുടെ ജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് വൃത്തിയാക്കി, മനസ്സിലായില്ലേ? ഇങ്ങനെ വരിക, തീയിടുക, ഇങ്ങനെ ഇരിക്കുക, കയറിയിരിക്കുക, നമ്മളെ കാണുമ്പം ചാടി ഇറങ്ങി ജോലി ചെയ്യുന്ന പോലൊക്കെ ഇതാക്കുക, പാത്തും പതുങ്ങി നടക്കുക. ഇതൊക്കെ ഇവളുമാരുടെ ജോലികൾ. നമ്മൾ നമ്മുടെ കാര്യമാണ് നോക്കുന്നത്. നമ്മൾ ഇവനെ ഒന്നും പറയാൻ പോകുന്നില്ല. ഇങ്ങനെ പല പല ക്രിമികടിയുമായിട്ട് നടക്കുക. നമ്മൾ നമ്മുടെ കാര്യമാണ് നോക്കുന്നത്. നമ്മൾ നമ്മുടെ ഇവൻ നമ്മളെ ചീത്ത വിളിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് ഓണാക്കിക്കൊണ്ടിറങ്ങുന്നത്. ഇവൻ ഭയങ്കര ചീത്ത വിളിക്കാരനാണ്. ഇപ്പം നമ്മളെ മെയിൻ റോഡിൽ കൂടെ പോലും നടത്തത്തില്ല ഇവൻ. അതുപോലെ ആക്ഷൻ കാണിക്കുക, ഒബ്സീൻ ആക്ഷൻസ് കാണിക്കുക പെണ്ണുങ്ങളെ. അതൊക്കെ 354 ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് എ വിമൻ. അത് വീഴും ഇവന്. പിന്നെ ഇങ്ങനെ തുണി പൊക്കി കാണിക്കുക, ഇതെല്ലാം അത് തന്നെയാണ്. തുണി പൊക്കി കാണീരെല്ലാം ഇവന് ഭയങ്കര രോഗമാണ് തുണി പൊക്കി കാണീര്. ഇപ്പം സെക്ഷൻസ് BNSസും BNSSും ഒക്കെ ആയപ്പം ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ ന്യായ സാക്ഷി അധിനിയമം ഒക്കെ വന്നപ്പം സെക്ഷൻസിൽ ഡിഫറൻസ് ഉണ്ട്. കണ്ടൻ്റ് എല്ലാം ഒന്ന് തന്നെ, മനസ്സിലായില്ലയോ? സെക്ഷൻസ് അത് വലിയ കാര്യമൊന്നുമില്ല. സെക്ഷൻ ഒക്കെ എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ 354 ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് എ വിമൻ. പിന്നെ അവന് ഭയങ്കര രോഗമാണ്. നമ്മളെക്കുറിച്ച് കഥകൾ ഉണ്ടാക്കുന്നത് തന്നെ ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് എ വിമനാണ്. കള്ളക്കഥകൾ ഉണ്ടാക്കുന്നത് തന്നെ തെറ്റാണ്. അവൻ കള്ളക്കഥകൾ നമ്മളെക്കുറിച്ച് ഉണ്ടാക്കുന്നത് തന്നെ ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, മനസ്സിലായില്ലയോ? അത് തന്നെ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഫസ്റ്റ്. നമ്മൾ ഇവരെക്കുറിച്ചൊന്നും കഥകൾ ഉണ്ടാക്കുന്നില്ല. ഇവൻ നമ്മളെക്കുറിച്ച് കഥകൾ ഉണ്ടാക്കുക, അനാവശ്യ കഥകൾ ഉണ്ടാക്കുക. ഇവൻ്റെ മോനെ നാട്ടുകാരെല്ലാം കേട്ടി, ഇവൻ്റെ മോനെ ഭർത്താവായി ആൾക്കാരെല്ലാം ചിരിക്കുകയായിരുന്നു. ഇവൻ്റെ മോനെ ആർക്ക് ഭർത്താവാക്കി വെക്കണമെന്നാണ് ചോദിക്കുന്നത്. ഇവൻ്റെ മോനെ അവനെ ഭർത്താവാക്കാൻ പറ്റിയ വല്ല ഇതും അവനുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. ഭർത്താവാക്കി വെച്ച് പോലും 3 കോടിയൊക്കെ തട്ടിയെടുത്ത് മയക്കിയിട്ടേച്ചെടുത്ത് ഇവനെ ഇനി ആർക്ക് ഭർത്താവ് ആക്കി വെക്കണമെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ആൾക്കാരെല്ലാം ചിരിക്കുക ഇത് കേൾക്കുമ്പം. അത്ര തേർഡ് റേറ്റ്. അതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും രോഗം എന്തുവാണെന്നുള്ളത്. എൻ്റെയൊക്കെ വിചാരം എന്താണെന്ന് അറിയത്തില്ല. കണ്ട ഇതാണ് എൻ്റെ 17 സെൻറ്റും, ഇത് 9 സെൻറ്റും. അങ്ങനെ ഇതിനകത്താണ് നമ്മളല്ലാതെ ഇവൻ്റെ എങ്ങും നമ്മളതിനകത്ത് നമ്മൾ കയറത്തേയില്ല. ഇവരുടെ ഇതിനകത്തൊന്നും നമ്മൾ ചവിട്ടാൻ പോലും പോകുന്നില്ല. ഇവൻ നമ്മളോട് അങ്ങ് കുസ്തി പിടുത്തുക. നമുക്കിപ്പം പബ്ലിക് റോഡിൽ കൂടെ പോലും പോകാൻ വയ്യാത്ത സ്ഥിതിയാണ്. ഇവനങ്ങ് ചീത്ത വിളിയും അതും ഇതുമാണ്. പബ്ലിക് റോഡിൽ പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. പബ്ലിക് റോഡിൽ പോകുമ്പോഴും ഇവൻ നമ്മളെ ആംഗ്യങ്ങൾ കാണിക്കുക, എന്തോ നായിൻ്റെ മോളെന്ന് വിളിക്കുക. ഭയങ്കര രോഗമായിട്ട് മാറിയിരിക്കുക ഇന്നലെ വൈകിട്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ നിൽക്കുമ്പോഴാണ് ശ്രീലതയ്ക്ക് രോഗം. അങ്ങനെ ഇവർക്ക് രണ്ടുമാണ് ഏറ്റവും വലിയ രോഗം. വേറെ ആർക്കും ഇത്രയും രോഗമില്ല. പിന്നെ ആ തുമ്പി എന്ന് പറയുന്നവർക്കും പിന്നെ അവിടെ മോഹൻ സിംഗിൻ്റെ ഒരു മോളുണ്ട്, അവൾക്ക് ഇച്ചിരി ഇളക്കം കൂടുതലാണ്. അവൾക്ക് ആ ഇളക്കം, ഇവളുമാർക്കൊക്കെ ഇളക്കം. നമ്മൾ ഇവരെയൊന്നും കാണുമ്പം കമൻറ്റും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ആരോടും കമൻറ്റ് പറയുന്നില്ല, വേണ്ട വരുന്നെന്നോ പോകുന്നെന്നോ ഒന്നും പറയുന്നില്ല. ഇവളുമാരാണ് നമ്മളെക്കുറിച്ച് മറ്റുള്ളവരുടെ അടുക്ക് കമൻറ്റും ഒക്കെ പാസ്സാക്കി നടക്കുന്നത്. നമ്മൾ ഇവരെക്കുറിച്ചൊന്നും ഒരു കമൻറ്റും പറയുന്നില്ല. ഇങ്ങോട്ട് ചാടിക്കയറി ഗുസ്തിക്ക് വരുന്നതെല്ലാം നാട്ടുകാരെല്ലാം കാണുകയും ചെയ്തതാണ്. നാട്ടുകാരൊക്കെ കണ്ടതാണ് ഇങ്ങോട്ട് ചാടിക്കയറി ഗുസ്തിക്ക് വരുന്നത്. നമ്മളല്ല ഗുസ്തിക്ക് പോകുന്നതെന്നുള്ളത്. പിന്നെ നമുക്കെതിരെ കള്ളത്തരങ്ങൾ പറയുമ്പോൾ നമുക്ക് കോടതിയിൽ പോകണമെങ്കിൽ എവിഡൻസ് വേണം. ഇവരുടെ വീട്ടിൽ ആരാണ് വരുന്നത്, നമ്മുടെ വീട്ടിലാരും വരുന്നില്ല, ആരും ഇല്ല എന്നുള്ളതിന് നമ്മൾ യൂട്യൂബിനകത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതും എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതെന്ന് പറയുന്നത് ഇവളുമാരിങ്ങനെ കള്ളത്തരങ്ങൾ ഉണ്ടാക്കുക, അത് ഇത് നടക്കത്തില്ല, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെല്ലാം അപ്പം ഇവൻ്റെ വീട്ടിലാണ് ആൾക്കാർ ചെല്ലുന്നതും അവിടെ ഇവിടെയാണ് നടക്കുന്നതെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും നമുക്കുണ്ട്, മനസ്സിലായില്ലയോ? അല്ലാതെ നമ്മൾ ആരുടെയും കങ്ങായിക്ക് കത്തി വയ്ക്കാനും ഒന്നും പോകുന്നില്ല. നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാനുള്ള എല്ലാ റൈറ്റും നമുക്കുണ്ട്. അതിനിയും വേറെ കള്ളത്തരങ്ങൾ ഉണ്ടാക്കി ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. കാണുന്ന സംഗതികൾ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ വേറെ എങ്ങും പോയി നിൽക്കുന്നില്ല. അനാവശ്യമായിട്ട് ആരുടെയും വീട്ടിൽ പോകുന്നില്ല, നമ്മൾ നമ്മുടെ വീട്ടിലാണ്. നിങ്ങൾ എപ്പോഴും കാണാം. അന്ന് മുതൽ എന്ന് കേരളത്തിൽ വന്നോ നമ്മളിവിടെയാണ്. ഡൽഹിയിലായിരുന്നോ ഞാൻ റെൻറ്റ് കൊടുക്കുന്ന ഫ്ലാറ്റിനാണ് ഞാൻ താമസിച്ചിട്ടുള്ളത്. എന്നും ഒരേ സംഗതികളാണ് കാണുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ നമ്മുടെ കാര്യങ്ങളാണ് നോക്കുന്നത്. കുറേ ആൾക്കാർ വന്ന് നമ്മളെക്കുറിച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കുക. ആ കള്ളക്കഥകളൊന്നും ഇനി വേണ്ട, അവനവൻ്റെ കാര്യം നോക്കിയാൽ മതി, മനസ്സിലായില്ലയോ?